ഡേ 83 മേക്കിംഗ് 1 crore വിത്ത് 1 lakh. ഇന്ന് നമ്മളെ ചലഞ്ചിൻ്റെ 83ാമത്തെ ദിവസമാണ്. ഇന്ന് മാർക്കറ്റ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. നിഫ്റ്റിയാണെങ്കിൽ ചെറിയ ഗ്യാപ്പപ്പിലും ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തന്നത്. പക്ഷേ നിഫ്റ്റി ചെറിയ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ആക്കിയിട്ട് മാർക്കറ്റ് അതേമാതിരി അപ്പ് സൈഡ് റാലി ചെയ്ത് പിന്നെ അതിന് ശേഷം ഒരു ഡൗൺ സൈഡ് ഫോൾ വന്നാണ് പിന്നെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അതേമാതിരി ഓപ്പൺ ആയിട്ട് ഒരു ഡൗൺ സൈഡ് ഫോൾ വന്ന് പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് വീണ്ടും ഒരു ഡൗൺ സൈഡ് ഫോൾ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന്. നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു രണ്ട് സൈഡ് മൂവ്മെൻറ്റ് ചെയ്യുന്നു തന്നിരുന്നു. ബാങ്ക് നിഫ്റ്റി അപ്പ് സൈഡ് പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് എന്നുള്ള ഒരു ലെവലിലുള്ള മൂവ്മെൻറ്റാണ് തന്നത്. പക്ഷേ നമ്മൾ സിസ്റ്റം പ്രകാരം നമുക്ക് ഒരു 3 എൻട്രീസാണ് വന്നത്. സോ ആ എൻട്രീസ് ഏതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് മുബഷീർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സോ നമ്മളെ ഫസ്റ്റ് ട്രേഡ് വന്നത് നിഫ്റ്റിയിലായിരുന്നു. പക്ഷേ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കത് മിസ്സായി. റെക്കോർഡ് ചെയ്യാൻ ഓൺ ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് SL ഹിറ്റായി. അത് എന്ത് ബേസ് ചെയ്തതെന്ന് വെച്ചാൽ മാർക്കറ്റ് മോർണിംഗ് ഓപ്പണിങ്ങിൽ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പായിട്ടാണ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി എടുത്തത് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്ത് ഓപ്പണായി. മാർക്കറ്റ് ഒന്ന് അപ്പ് സൈഡ് റാലി എന്നിട്ട് വീണ്ടും ഒരു ഡൗൺ സൈഡ് ഫോൾ വന്ന് നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ആയപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഡൗൺ സൈഡ് മാർക്കറ്റ് പോകുന്നുള്ള ഒരു വ്യൂവിലാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പ് സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ഡൗൺ സൈഡ് പോകുന്നുള്ള എക്സ്പെക്റ്റേഷനിൽ നമ്മൾ ഇവിടെ എൻട്രി എടുത്തത്. ടാപ്പ് ആയപ്പോൾ നമ്മൾ എൻട്രി എടുത്ത് എന്നിട്ട് നമ്മൾ SL ഹിറ്റായിട്ട് മാർക്കറ്റ് പോയത്. ഏകദേശം നമുക്ക് ഇതിലൊരു 1200 സംതിങ്ങോളം ലോസ് ഉണ്ടായിരുന്നു. രണ്ട് ലോട്ട് വെച്ചിട്ടാണ് എടുത്തത്. 1200 സംതിങ് ലോസ് ഉണ്ടായി. നമുക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത് SL അടിച്ചു. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ഇതായിരുന്നു ഫസ്റ്റ് ട്രേഡ്. സമയം ഒരു 10:50 നമുക്ക് സെക്കൻഡ് ട്രേഡ് വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 1 ലോട്ട് വെച്ചിട്ടാണ് എൻട്രി എടുത്തത്. കാരണം ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് തിരിച്ച് നമുക്കൊരു ഏരിയയിലേക്ക് എൻട്രി പോയിന്റിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. ഇതിൽ നമ്മൾ 1 ലോട്ട് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ് 2 ലോട്ടാണ് എടുത്തത്. പക്ഷേ നമ്മൾ അതിൻ്റെ ശേഷം നമ്മൾ പ്രീമിയത്തിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ കണ്ടപ്പോൾ നമ്മൾ ഇന്ത്യ വിക്സ് ഒന്ന് പോയി നോക്കി. ഇന്ത്യ വിക്സ് അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് 18ൻ്റെ എബോ ആണ് കിടക്കണം ഇന്ത്യ വിക്സ്. അപ്പോൾ നമ്മൾ 18ൻ്റെ എബോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് 2 ലോട്ട് യൂസ് ചെയ്യില്ല, 1 ലോട്ട് യൂസ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ SL അത്ര ചെറുതായതുകൊണ്ട് നമ്മൾ 2 ലോട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ SL അടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. വിക്സ് കൂടുമ്പോൾ പ്രീമിയം ഫ്ലക്ച്വേഷൻ കൂടും. അപ്പോൾ പിന്നെ അത് കാരണം ഇനി ലോസ് കൂടുതൽ വരണ്ട എന്നുള്ള ലെവലിൽ നമ്മൾ 1 ലോട്ടാണ് യൂസ് ചെയ്യാറ്. സോ ഫസ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ 18ൻ്റെ താഴാവും എന്നുള്ള ലെവലിൽ വിചാരിച്ച് വലിയ റീസൺ ഒന്നും ഉണ്ടായില്ല എന്നത് ഈ വിക്സ് പമ്പാവാൻ. പക്ഷേ പിന്നെ നമ്മൾ പ്രീമിയത്തിൻ്റെ ഫ്ലക്ച്വേഷൻ കണ്ടപ്പോഴാണ് നോക്കിയത്. അപ്പോഴാണ് 18ൻ്റെ മേലെ കണ്ടത്. അതുകൊണ്ട് നമ്മൾ 1 ലോട്ട് ആക്കിക്കാണ്ട് സ്വിച്ച് ചെയ്തിട്ട് ആണ് ഇപ്പോൾ ട്രേഡ് എടുത്തത്. സോ അതുകൊണ്ടാണ് ഈ ട്രേഡ് നമ്മൾ 1 ലോട്ട് യൂസ് ചെയ്തത്. സോ ഏതായാലും നമുക്ക് ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം. നമ്മൾ ട്രേഡ് എടുത്തിങ്ങനെ SL ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ 20 പോയിൻ്റാണ് നമ്മൾ SL 100 പോയിൻറ്റ്സ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. സോ ഈ ട്രേഡ്സ് എങ്ങനെ പോകും നോക്കാം നമുക്ക്. സോ നമ്മൾ ട്രേഡ് ഏകദേശം ടാർഗറ്റ് അടിക്കാനായിരിക്കണം. ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ശരിക്കും സിംഗ്ലോ വരെയാണ് ടാർഗറ്റ് വെക്കേണ്ടത്. പക്ഷേ മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കണ്ടാണ് അപ്പ് സൈഡ് വന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു വോളിയം ബാലൻസ് ഇൻവേർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ മോർണിംഗിൽ തന്നെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചൊരു ഏരിയയാണ് അപ്പ് സൈഡ്ക്ക്. പക്ഷേ ആ ഏരിയക്ക് നമുക്ക് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എൻട്രി എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയക്ക് വന്നാൽ നമുക്ക് അപ്പ് സൈഡ് ഈ സൈഡ് എൻട്രി കയറാമെന്നുള്ള ഒരു ലെവലിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുവരെ വന്നില്ല. പിന്നെ മുകളിൽ പോയിട്ടാണ് തിരിച്ച് ഇപ്പോൾ ഈ ഒരു VIPക്ക് മാർക്കറ്റ് തിരിച്ച് വരുന്നത്. ഇൻവേർഷൻ VIPക്ക് തിരിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അഥവാ ഈ ട്രേഡ് എക്സിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേഡ് എക്സിറ്റ് മാനുവലായിട്ട് എക്സിറ്റ് ആയിട്ട് എത്ര പ്രോഫിറ്റ് കിട്ടണം അതിൽ എക്സിറ്റ് ആയിട്ട് നമ്മൾ C സൈഡ് കയറും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഓക്കെ എന്തായാലും നമ്മൾ ഇതിൽ വന്ന് ടാപ്പ് ആകുമ്പോൾ നമ്മൾ C സൈഡ് കയറും. അപ്പോൾ ആ ഒരു പ്ലാനാണ് ഉള്ളത്. ഏകദേശം നമുക്ക് എന്തായാലും ഈ ട്രേഡ് എങ്ങനെ ആവും നോക്കാം. സോ ഗൈസ് നമുക്ക് ഏതായാലും അത് ടാർഗറ്റ് ഇട്ടേക്കണം. ഡൗൺ സൈഡ് എടുത്തുള്ള P ഏകദേശം 100 പോയിൻറ്റ്സ് നമുക്ക് ടാർഗറ്റ് കിട്ടിയാണ്. ഏതായാലും നമുക്ക് C സൈഡ് എൻട്രി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മൾ C സൈഡ് നമ്മൾ ആ പറഞ്ഞ എൻട്രി ടാപ്പായപ്പോൾ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തേക്കണം. ബാങ്ക് നിഫ്റ്റി തന്നെയാണ് 20 പോയിൻറ്റ് SL 100 പോയിൻറ്റ്സ് ടാർഗറ്റ് വെച്ചിരിക്കണം. സോ മോർണിംഗ് ഡൗൺ സൈഡൊക്കെ എടുത്ത ട്രേഡ് നമുക്ക് ടാർഗറ്റ് ഹിറ്റായിയാണ്. ഇനി അപ്പ് സൈഡൊക്കെയുള്ള ട്രേഡാണ് ഹോൾഡ് ചെയ്യുന്നത്. ഏതായാലും നോക്കാം. ഇത് എങ്ങനെയാലും ടാർഗറ്റ് അടിക്കുന്ന തന്നെയാണ് ഒരു ഹോപ്പ് ഉള്ളത്. അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട് മാർക്കറ്റിൽ മൂവ് ആവാനുള്ളത്.
എന്തായാലും നോക്കാം എന്താ ആവണമെന്നുള്ളത് നോക്കാം നമുക്ക്. സോ നമ്മൾ തേർഡ് ട്രേഡ് മെസ്സേജിൽ ഹിറ്റേക്കണേ. സോ ഇന്നടുത്ത 3 ട്രേഡ്സും നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ആ 3 ട്രേഡ്സാണ് നമുക്ക് വന്നത്. സോ നമുക്ക് പി എല്ലാം ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ പി എല്ലിലേക്ക് ചെയ്താൽ കാണാം 3 ട്രേഡ്സാണ് നമ്മൾ എടുത്തത്, 2 ബാങ്ക് നിഫ്റ്റിയിലും 1 നിഫ്റ്റിയിലും. സോ നമുക്ക് ഇന്ന് നമ്മൾ പ്രോഫിറ്റായിട്ട് ബുക്ക് ചെയ്ത് 1179 സോ നമ്മൾ എക്സൽ അപ്ഡേറ്റ് ചെയ്യാം. ഡേ 83 5 മെയ് 1179 രൂപ എന്ന പ്രോഫിറ്റ്. അത് 1179 രൂപ പ്രോഫിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡേ 83 എൻ്റെ ചെയ്യുമ്പോൾ 591 രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ എന്ന് വെച്ചാൽ ഫ്രൈഡേ നമ്മൾ വീഡിയോ ചെയ്തിട്ടായിരുന്നു 2/5. അന്ന് നമ്മൾ ഒരു ട്രേഡാണ് എടുത്തത്. അത് ആ ട്രേഡ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. ആ ട്രേഡ് നമ്മൾ ഒരു ട്രൈ ചെയ്താണ്. നമ്മളെ സിസ്റ്റം ഒന്ന് പുതിയൊരു സ്ട്രക്ചർ ഫോം ആയപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നമ്മളെ സിസ്റ്റം പ്രകാരം അല്ലായിരുന്നു, അതുകൊണ്ട് ഒരു ലോട്ട് വെച്ച് നമ്മൾ ട്രേഡ് എടുത്തത്. പക്ഷേ അത് SL അടിച്ചതാണ് ഇത് കാണിച്ചത്. അതേമാതിരി നമ്മൾ 30-ാം തീയതി വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് നമുക്ക് ട്രേഡ്സ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അന്ന് നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അന്ന് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഡേ 83 എൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് 591 രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സോ ഏതായാലും നോക്കാം നമുക്ക് ഈ ചലഞ്ച് മുന്നോട്ട് പോകുമെന്നുള്ളത്. സ്റ്റിൽ ഞാൻ പറയുന്നു, ഈ ചലഞ്ച് നമ്മൾ ഒരിക്കലും ഒരു 100 ഡേയ്സിനോ 200 ഡേയ്സിനോ ഒന്നുമല്ല. നമ്മൾ മാക്സിമം ഒരു 5 ഇയേഴ്സാണ് ഇതിൻ്റെ ടെന്യൂർ കാണുന്നത്. സോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കാം. സോ ഇതൊരു ചലഞ്ചാണ്, മേ ബി ഡ്രോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരു ചലഞ്ചായിട്ട് അക്സെപ്റ്റ് ചെയ്തെടുത്ത് ചെയ്യാണ്. സോ ഇത് കംപ്ലീറ്റായി അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. അതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും. കാരണം നമ്മൾ ട്രേഡ് ചെയ്ത് ഓപ്ഷൻ ബൈയിങ് ചെയ്ത് ഒരു 1.5 കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ആ സിസ്റ്റം ഇപ്പോൾ മാർക്കറ്റ് സൂട്ടബിൾ ആയിട്ട് വർക്ക് ആവണില്ല. പക്ഷേ വർക്ക് ആവാത്തതുകൊണ്ട് വർക്ക് ആവണില്ല എന്ന് വെച്ചാൽ 100% അല്ല, കുറച്ച് 50%ഓളം വർക്ക് ആവണുള്ളൂ. പിന്നെ നമ്മളതിൽ കുറച്ച് അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ഇപ്പോൾ പുതിയൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചെറിയ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നത്. സോ അത് ഒന്നും കൂടി അപ്ഡേറ്റ് ആയി അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് വിചാരിക്കുന്നത്. ഈ ഒരു 2-3 മാസം നല്ലൊരു സ്ട്രഗ്ലിംഗ് ഫേസ് കൂടിയാണ് നമ്മൾ കടന്നുപോയി. പക്ഷേ സ്റ്റിൽ നമ്മളുടെ റിസ്ക് റിവാർഡ് കാരണമാണ് നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിൽ നിൽക്കുന്നത്. സ്റ്റിൽ നമ്മൾ ക്യാപിറ്റൽ നമ്മൾ പോവാതെ സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നോക്കിയാൽ കാണാൻ പറ്റും 20,663 രൂപ നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിലാണ്. പക്ഷേ 20,000 രൂപ ചാർജസ് വന്നുകൊണ്ടാണ് സ്റ്റിൽ നമ്മൾ 591 പ്രോഫിറ്റ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് നോ പ്രോബ്ലം, നമുക്ക് ഏതായാലും മുന്നോട്ട് പോയി നോക്കാം ഈ ചലഞ്ച് ഇനി എങ്ങനെ പോകുന്നത്. ഈ ചലഞ്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.